അതായത് നമ്മുടെ ആദ്യം തന്നെ ഞാൻ BPMAയുടെ പ്രസിഡന്റ് ജൂലിയസ് ചേട്ടനെ വിളിക്കുകയാണ്. ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് മുമ്പിലേക്ക്. താങ്ക് യു. പിന്നെ 2 ഐശ്വര്യ രതീഷ് വൈസ് സെക്രട്ടറി, സോറി വൈസ് പ്രസിഡന്റ്, എൻ്റെ മിസ്റ്റേക്ക് കേട്ടോ, സോറി. പിന്നെ ലിറ്റോ സെക്രട്ടറി. നമ്മൾ എടുക്കാൻ പോകുന്നത് 3, 2, 1 എന്നുള്ള രീതിയിലാണ്. ആദ്യം നമ്മൾ തേർഡ് എടുക്കും, പിന്നെ സെക്കൻഡ്, പിന്നെ ഫസ്റ്റ്. സോ തേർഡ് എടുക്കാനായിട്ട് ഇല്ല സെക്രട്ടറി എടുത്തോ, തേർഡ് എടുത്തു. കെ സ്റ്റാൻലി. അടുത്ത് സെക്കൻഡ് പ്രൈസാണ്, ഐശ്വര്യ ചേച്ചി എടുത്തോ. سلستين عندي خوش فصلة يا اخي تفوز والله خوش رقصة يا اخي دوس عندي خوش فصلة يا اخي تفوز والله خوش رقصة عندي لك رقصة قوية يا الحبيب اسمها صبوحة خطبها نصيب مد يدك كنا بتعطيها كف وهز شتفك خيل خليك شديد عطني رقصة فريسة زيد عليها شوي. അടുത്തത് ഫസ്റ്റ് പ്രൈസ് ജൂലി ചേട്ടാ. റോസ് മരിയ അരുൺ. നമ്മളെന്തൊന്ന് റീഇറ്ററേറ്റ് ചെയ്യാനായിട്ട് 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഇതിൻ്റെ റിഗാർഡിംഗ് ആയിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെ ഇവിടെ UK ആക്ച്വലി ആവറേജ് ലൈഫ് സ്പാൻ എത്രയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? എത്ര? അല്ല, ഞാൻ പെട്ടെന്ന് തന്നെ ഉത്തരം പറയാൻ കാരണം എന്ന് വെച്ചാൽ അധികം ടൈം നമ്മൾ എടുക്കുന്നില്ല. 77 ആണ് നമ്മുടെ ഇവിടെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ലിജോൻ്റെ ഹെൽപ്പ് ഒന്ന് വേണം കേട്ടോ. നമുക്ക് ഒരു 80 ഇയേഴ്സിൽ നമ്മളിത് ഡിവൈഡ് ചെയ്തു. നമ്മളിവിടം വരെ 20, പിന്നെ ഇവിടെ 40, ഇവിടെ 60, ഇവിടെ 80. ഓക്കെ, ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ 20 പോയി, അവസാനത്തെ 20 പോയി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ UK വന്നേക്കുന്നത് ഈ ഒരു പീരീഡിലായിരിക്കും ഡെഫിനറ്റ്ലി. ഇനി UK ഉണ്ടാവാൻ പോകുന്ന ഈ ഒരു പീരീഡിലായിരിക്കും. ഇവിടെയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടാവുക. 1 നമ്മുടെ മാരേജ്, 2 നമ്മുടെ കരിയർ, പിന്നെ പിള്ളേർ, എല്ലാം അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് തീരുമാനങ്ങളെല്ലാം എടുത്തേക്കുന്നത് ഈ ഒരു ഹെമിസ്ഫിയറിലായിരിക്കും. അല്ലേ? ആണോ അല്ലയോ? അതെ. ഈ ഒരു ഹെമിസ്ഫിയറിലുള്ള നമുക്ക്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ചിലരൊക്കെ ഇവിടം വരെ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം, ഈ ഹെമിസ്ഫിയറിലുള്ള നമുക്ക് മെയിൻലി കുറേ കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് 2 കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ചിന്തിക്കുക. എന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? എന്തായിരിക്കും 2 മെയിൻ നമ്മുടെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു വേദനകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞാൻ തന്നെ പറയാം, ഉത്തരം ഞാൻ തന്നെ പറഞ്ഞേക്കാം. എന്താണ്? അത് തന്നെ, ഇവിടെ നമുക്ക് വീട് മേടിച്ചു, കാറ് മേടിച്ചു, നമ്മുടെ ഫാമിലി ഉണ്ട്. വാട്ട് ഇഫ് ഐ മെ നോട്ട് റീച്ച് ദാറ്റ് പോയിന്റ്? 1. 2, വാട്ട് ഇഫ് ഐ വിൽ നോട്ട് ബി ഏബിൾ ടു വർക്ക് ടിൽ ദാറ്റ് പോയിന്റ്? ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളേ ഉള്ളൂ. 1, വാട്ട് ഇഫ് ഐ ഡോണ്ട് റീച്ച് ദാറ്റ് പോയിന്റ്? വാട്ട് ഇഫ് ഐ മെ നോട്ട് ബി ഏബിൾ ടു വർക്ക് ദാറ്റ് പോയിന്റ്? ഈ 2 ആസ്പദമാക്കിയാണ് നിങ്ങൾ ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടിരിക്കുന്നതെങ്കിൽ ദാറ്റ്സ് ഫൈൻ, അബ്സല്യൂട്ട്ലി ഫൈൻ. അതിനെയാണ് നമ്മൾ ലൈഫ് കവർ എന്ന് പറയുന്നത്. രണ്ടാമതിനാണ് നമ്മൾ ഇൻകം പ്രൊട്ടക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്.
ഇവിടെ കുറേ പേര് ഞാൻ സംസാരിച്ച് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം പ്രൊട്ടക്ഷൻ പ്ലാനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല ആക്ച്വലി. എന്താണ് ഇൻകം പ്രൊട്ടക്ഷൻ പ്ലാൻ എന്ന് വെച്ചാൽ യുവർ ഇന്നെബിലിറ്റി ടു വർക്ക് ഐദർ ഫിസിക്കലി ഓർ മെൻ്റലി. നിങ്ങളൊരു ക്രിട്ടിക്കൽ കവർ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെന്നറിയോ? ഒരു സേർട്ടൺ അസുഖങ്ങൾ വന്നാൽ മാത്രമേ അത് കവറാവുള്ളൂ. ബട്ട് നോട്ട് യുവർ ഇൻകം ഇസ് നോട്ട് പ്രൊട്ടക്റ്റഡ്. ഇത് പറയാൻ കാരണം നമ്മളിവിടെ പലപ്പോഴും ഇൻകം പ്രൊട്ടക്ഷനെ കുറിച്ച് കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ലിജോ താങ്ക് യു സോ മച്ച്. നമ്മൾ ഇൻകം പ്രൊട്ടക്ഷനെ കുറിച്ച് ചോദിക്കുന്നില്ല. കാര്യം ഇൻകം പ്രൊട്ടക്ഷന് വലിയ പൈസയും ഇല്ല. ഏകദേശം ഒരു 10-11 പൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 1500 പൗണ്ട് പെർ മന്ത് നമുക്ക് പേ ഔട്ട് ചെയ്ത് കിട്ടും. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഡോക്യുമെൻ്റ് കാണിച്ചു. ഇതുണ്ടോ, NHS ഇൻകം പ്രൊട്ടക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാനാണിത്. ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാൻ. ഇതിൻ്റെ ഇവിടെ ഞാൻ ചോദിക്കുക, ഇവിടെ NHSൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു 3 ഇയർ സർവീസ് ഉള്ള ഒരാൾക്ക് എത്ര നാൾ ഫുൾ പേ കിട്ടും? NHS വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നോട് പറ, നിങ്ങൾക്ക് ഫുൾ പേ എത്ര നാൾ കിട്ടും? 3 ഇയേഴ്സ് സർവീസ് ഉള്ള ഒരാൾക്ക് ഫുൾ പേ എത്ര കിട്ടും? സോ ബേസിക്കലി ഞാൻ ചേച്ചി പറഞ്ഞാൽ ശരിയാണെന്ന് തോന്നുന്നു. നമുക്കിവിടെ ലെങ്ത് ഓഫ് സർവീസിനനുസരിച്ചാണ് പേയ്മെൻറ്റ് കിട്ടുക. സോ ഇഫ് യു ആർ 3 ഇയേഴ്സ് ഫുൾ സർവീസ്, 3 മന്ത്സ് ഫുൾ പേ, 3 മന്ത്സ് ഹാഫ് പേ. ഇവരെന്നാ പറയണതെന്ന് അറിയാമോ? നിങ്ങൾ എന്ന് സിക്ക് പേ കയറുന്നോ വി വിൽ അലൈൻ യുവർ സിക്ക് പേ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. നിങ്ങൾ 52 ആഴ്ചത്തെ ഡിഫേർഡ് പീരീഡ് ഇട്ടാലും എന്ന് സിക്ക് പേ പോയാലും നിങ്ങളുടെ ഇൻകം പ്രൊട്ടക്ഷൻ പ്ലാൻ കിക്കും ചെയ്യും. NHSന് മാത്രമുള്ള ഒരു സംഭവമാണ്. ഇതിന് കൊടുക്കുന്ന പൗണ്ടോ 8 പൗണ്ട് 10 പൗണ്ട് 2 കോഫിയുടെ പൈസയില്ല. നമുക്ക് 57 വയസ്സ് അല്ലെങ്കിൽ 67 വയസ്സ് വരെ ഈ പ്രൊട്ടക്ഷൻ കിട്ടും നമുക്ക്. നമ്മൾ എന്തുകൊണ്ട് എടുക്കുന്നില്ല? നിങ്ങൾ ചിന്തിച്ചോ. ഇനി അടുത്തൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഏത് പോളിസി എടുത്തു വെച്ചേക്കണേന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ചോദിച്ചു. പലരും പറഞ്ഞു എനിക്കറിയില്ല, ഏതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. നമുക്കൊരു പോളിസി ഡോക്യുമെൻറ്റ് കിട്ടുമ്പോൾ നമ്മളതെടുത്ത് ദൂരെ കളയും. ഇൻക്ലൂഡിങ് ഞാനും നമ്മൾ ശ്രദ്ധിക്കാറില്ല ഇവിടെ ഒന്നും. പക്ഷേ ഇവിടെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ ഇപ്പോൾ ഒരു സുഹൃത്തിനോട് സംസാരിച്ച പുള്ളി പറഞ്ഞു ഞാൻ റോയൽ ലണ്ടൻ്റെ ഒരു പോളിസി എടുത്ത് വെച്ചേക്കണേന്ന് പറഞ്ഞു. ഈ റോയൽ ലണ്ടൻ്റെ പോളിസിയിൽ പേജ് നമ്പർ 33 ഇപ്പോൾ ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. ലിജോ ഒന്ന് വായിക്കാൻ മതി. എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, അതാണ് വേറെ പ്രശ്നം. For the purposes of this cover is a consultant employed at a hospital within the geographical limits listed below who is the specialist in an area of medicine appropriate to the cause of the claim. ഇതിനകത്ത് ഇന്ത്യ ഇല്ല, UK to till USA ഉണ്ട്. അപ്പോൾ ബേസിക്കലി റോയൽ ലണ്ടൻ്റെ ഒരു പോളിസി എടുത്തു വെച്ച ആൾ നമ്മളിവിടെ ഒരു PR ആയി, OCA കാർഡ് കിട്ടി, നാട്ടിൽ പോയി നിന്നു. നമ്മളൊരു 28 ഡേയ്സ് കഴിഞ്ഞാൽ ഇവിടെ ഹോളിഡേ സ്ട്രക്ചറൊക്കെ മാറി പോയിട്ട് വന്ന് ക്ലെയിം ചെയ്താൽ കിട്ടുമോ? ഇത് നിങ്ങൾ ഇപ്പോഴൊന്നുമല്ല ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു 5 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞ് OCA കാർഡൊക്കെ ആയി കഴിയുമ്പോഴാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏത് അഡ്വൈസറാണെന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? സോ ബേസിക്കലി നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് എങ്ങനത്തെ പോളിസി വേണം. എല്ലാ കാര്യങ്ങളും സ്ട്രക്ചേർഡായിട്ട്. ഇപ്പോൾ ചിലർക്ക് സുറിച്ചായിരിക്കാം നല്ലതെന്ന് തോന്നുക, ചിലർക്ക് അവിവി ആയിരിക്കാം, ചിലർക്ക് വൈറ്റാലിറ്റിയാണ്, ചിലർക്ക് ലോയൽ ലണ്ടനാണ്. ഡിപ്പെൻഡ് ചെയ്യും. നമ്മുടെ സർക്കംസ്റ്റാൻസസ് എന്താ, നമ്മുടെ റിക്വയർമെൻറ്റ് എന്താ, അതിനനുസരിച്ചൊരു പോളിസി കവർ എടുക്കുക. അല്ലാതെ അപ്പുറത്തെ ആൾക്ക് 35 കൊണ്ട് എനിക്ക് 33 അവന് 27 നോ, അങ്ങനെയല്ല അത് വർക്കൗട്ട് ചെയ്യുന്നത്. അത് വർക്കൗട്ട് ചെയ്യുന്നത് സ്പെസിഫിക്കലി സ്ട്രക്ചറായിട്ട് ആളോട് പറയുക എനിക്ക് ഇന്ന റിക്വയർമെൻ്റ് ആണുള്ളത്, അത് പറഞ്ഞ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ പേര് ഡോൺ, ഞാൻ ലൈഫ് ലൈനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് അഡ്വൈസറാണ്. എൻ്റെ നമ്പർ അവിടെയുണ്ട്, നിങ്ങൾക്ക് എന്നെ വിളിക്കാം, സംസാരിക്കാം. ഇൻകം പ്രൊട്ടക്ഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽ പറയണമെന്നുണ്ട്, പക്ഷേ ടൈം ഭയങ്കര പരിമിതമാണ്. പക്ഷേ അതുകൊണ്ട് ഞാൻ ഒതുക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ.